കണ്ണൂരിൽ ക്ഷേത്രഭൂമി അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് അനുവദിച്ചു പട്ടയം നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത്. കണ്ണൂർ കളരിവാതിക്കൽ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ അവകാശം ഉന്നയിച്ച സ്വകാര്യ വ്യക്തിക്ക് പട്ടയം അനുവദിച്ചത് നേരത്തെ വിവാദമായിരുന്നു. മാത്രമല്ല, ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം അനുവദിച്ചതെന്ന വിമർശനവും ഉയർന്നിരുന്നു. ജനം ടിവിയാണ് ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകുന്നത് എന്നാണ് ഉയരുന്ന പരാതി. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്തു വന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ക്ഷേത്രഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകിയ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക, ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ നൽകിയ മുഴുവൻ പട്ടയങ്ങളും റദ്ദു ചെയ്യുക, സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്. ഈ ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനത്ത് നിന്ന് ഈ CK ഷാജിയെ ഈ ലാൻഡ് ട്രിബ്യൂണലിൽ നിന്ന് അടിയന്തിരമായി ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അദ്ദേഹം നൽകിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും അടിയന്തിരമായി റദ്ദ് ചെയ്യുകയും അതോടൊപ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പട്ടയം കൊടുക്കലിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ള അഴിമതിയുണ്ട്. ആ അഴിമതി അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ക്ഷേത്രവിശ്വാസികളുടെ ആവശ്യം മുൻകൈ എടുത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഈ കാര്യം മുന്നോട്ട് വെക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ദേവസ്വത്തിന്റെയും അവകാശം ഉന്നയിക്കുന്നവരുടെയും ഭാഗം കേട്ട് 3 മാസത്തിനകം പട്ടയ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെയാണ് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുന്നത് എന്നാണ് ആരോപണം. അതേസമയം സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. ജനം, കണ്ണൂർ.